SSC CGL എക്സാം ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഗസറ്റഡ് ഓഫീസർ ആവാൻ സാധിക്കുമോ? അതേപോലെ തന്നെ പല ഗവൺമെന്റ് ഓഫീസസും ഓഡിറ്റ് ചെയ്യാനും അവിടുത്തെ അക്കൗണ്ട്സ് ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ? സാധിക്കും. SSC CGL അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആ പോസ്റ്റിലേക്ക് തന്നെ ഡയറക്റ്റ് കിടക്കാം. നിങ്ങൾ സ്ക്രീനിൽ കാണാവുന്നത് പോലെ തന്നെ ആ പോസ്റ്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ കീഴിൽ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര് വരിക. നമ്മളുടെ CGL എഴുതി ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ പെർക്സ് ആൻഡ് എന്താ പറയുന്നത് പ്രിവിലേജസ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺ, എന്തൊക്കെയാണ് ഈ ജോലിയുടെ സ്വഭാവം, എങ്ങനെയാണ് CGL-ലെ Tier 1 Tier 2 എക്സാം മാത്രം ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏത് എക്സാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക, എത്ര എക്സാം എഴുതണം, അതിന്റെ പാറ്റേൺ എന്താണ് എന്നെല്ലാമാണ് ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നോക്കി SSC CGL എക്സാം പാറ്റേൺ ഞാനൊന്ന് പറയാം. പ്രത്യേകിച്ച് WAO പോസ്റ്റിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ എക്സാം എഴുതണം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. നോക്കി, Tier 1 ആദ്യം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. ക്വാളിഫൈയിങ് മാത്രമാണ്. ഒരു പ്രിലിമിനറി എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻസ്, 1 മണിക്കൂർ 60 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. 200 മാർക്ക്, ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമായിരിക്കും ക്യാരി ചെയ്യുക. അതിലുള്ള സബ്ജക്ട് എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, റീസണിംഗ് ഉണ്ട്, നമ്മുടെ GK, ക്വാണ്ട് ആൻഡ് ഇംഗ്ലീഷ് എല്ലാം 25 ക്വസ്റ്റ്യൻ വീതമായിരിക്കും ഉള്ളത്. 25 ക്വസ്റ്റ്യൻ വീതമുള്ള ഓരോ സെക്ഷൻ. പുതിയൊരു പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ ഓരോ സെക്ഷനും 15 മിനിറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടാവുക. ഈ വർഷം റിലീസ് ചെയ്ത പാറ്റേൺ ആണ്. ഓരോ സെക്ഷനും സെക്ഷൻ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓരോ സെക്ഷനും 15 മിനിറ്റ് മാത്രമായിരിക്കും നിങ്ങൾക്ക് സമയം ഉണ്ടാവുക. ഇതാണ് Tier 1 പാറ്റേൺ. അതേപോലെ Tier 2 അല്ലെങ്കിൽ മെയിൻസ് എക്സാം എന്ന് പറഞ്ഞാൽ അതിനും ഏകദേശം ഇതേ ടോപ്പിക് തന്നെയായിരിക്കും വരിക. നോക്കി, ആദ്യത്തെ സെക്ഷൻ 1 പേപ്പർ 2 അല്ലെങ്കിൽ പേപ്പർ 1 സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 1 വരുന്നത് മാത്സും റീസണിംഗും ആണ്. സെക്ഷൻ 2 വരുന്നത് ഇംഗ്ലീഷും അതേപോലെ തന്നെ GK ആണ്. സെക്ഷൻ 3 വരുന്നത് കമ്പ്യൂട്ടർ നോളജും അതേപോലെ ടൈപ്പിംഗ് ടെസ്റ്റും ആണ്. ഇത്രയുമാണ് Tier 2 അല്ലെങ്കിൽ Tier 2 പേപ്പർ 1 വരിക. ഇത്രയും മതി SSC CGL-ന്റെ മറ്റ് ജോലികൾ കിട്ടാൻ. എന്ന് വെച്ചാൽ WAO JSO പോലെയുള്ള പോസ്റ്റുകൾ ഒഴിച്ച് ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും Tier 2 വരെ നിങ്ങൾ ക്വാളിഫൈ ആയി നല്ല സ്കോർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. പക്ഷേ WAO പോലെയുള്ള 1-2 പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു പേപ്പർ എഴുതേണ്ടി വരും. അങ്ങനെ WAO എക്സ്ട്രാ പേപ്പർ വരുന്നതാണ് നമ്മുടെ ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ എക്സ്ട്രാ നിങ്ങൾ എഴുതേണ്ടി വരും. Tier 2 കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ WAO പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പേപ്പറോടെ ക്ലിയർ ചെയ്യേണ്ടി വരും. മാൻഡേറ്ററി ആണ്, അല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. Tier 1 എക്സാം ഉണ്ട്, Tier 2 എക്സാം ഉണ്ട്, പിന്നെ ഒരു പേപ്പർ 2 നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത പോലെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണോ? ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഒരു ഗസറ്റഡ് റാങ്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ഒരുപാട് പ്രിവിലേജ് ഉണ്ട് എന്ന് നമ്മൾക്കറിയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളൊരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പോകുന്നത് ആരെടുക്കാം? ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എടുക്കാം. അവർ സൈൻ ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആവൂ. അത്രയും പ്രിവിലേജ് ഉള്ള ഒരു പോസ്റ്റ് ആണ് ഗസറ്റഡ് റാങ്ക്. SSC CGL എക്സാമിന്റെ എക്സാമിന്റെ ഒരേ ഒരു ഗസറ്റഡ് റാങ്ക് പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് WAO, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. അപ്പോൾ ഇത്രയും റെസ്പോൺസിബിൾ ആയ, ഇത്രയും പ്രിവിലേജ് ഉള്ള, ഇത്രയും പവർ ഉള്ള ഒരു ജോലിയാണ് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗ്രൂപ്പ് ബി ഗസറ്റഡ് പോസ്റ്റ് ആണ്. പേ ലെവൽ വരുന്നത് ലെവൽ 8 പേ ആണ്. ലെവൽ 8 പേ സ്കെയിൽ ആണ്. അതായത് 4800 ഗ്രേഡ് പേ വരും നിങ്ങളുടെ ഈ ഒരു പോസ്റ്റിലേക്ക്. നമ്മൾ സാലറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. വേറെ ഒരു സെക്ഷൻ ആയിട്ട് തന്നെ അല്ലെങ്കിൽ വേറെ സ്ലൈഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു ഗസറ്റഡ് റാങ്ക് പോസ്റ്റ് വരിക. SSC CGL വഴി നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്ന ഒരേ ഒരു ഗസറ്റഡ് റാങ്കിലുള്ള പോസ്റ്റ് ആണ് നമ്മുടെ WAO പോസ്റ്റ്. ഓക്കെ, പേ സ്കെയിലിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു,
പേ ലെവൽ 8 ആണ് എന്ത് ഈ ഒരു ജോലിക്ക് വരിക, ഈ ഒരു പോസ്റ്റിലേക്ക് വരിക. അതേപോലെ തന്നെ 4800 ഗ്രേഡ് പേ ആയിരിക്കും വരിക. ഏകദേശം കൊടുത്തിട്ടുണ്ട് 80,000 മുതൽ 95,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻ ഹാൻഡ് സാലറി ലഭിക്കാം. അത് സിറ്റി അനുസരിച്ച് മാറും. മെട്രോപൊളിറ്റൻ സിറ്റി അനുസരിച്ച് ആ ഒരു സിറ്റിയുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ പേയ്മെന്റ് സ്കെയിൽ മാറുകയും ചെയ്യും. ഏകദേശം 80,000 മുതൽ 95,000 രൂപ വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ട് ആദ്യം ലഭിക്കുക. സിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. ഇതിന്റെ ഇടയ്ക്ക് എന്തായാലും എനിക്ക് തോന്നും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ബേസിക് പേ നമ്മൾ പറഞ്ഞു ഏകദേശം 47,600 ആണ് സ്റ്റാർട്ടിംഗ് വരിക. പക്ഷെ അതല്ല, ഇൻഹാൻഡ് സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഈ പറഞ്ഞ പോലെ 80,000 മുതൽ 95,000 രൂപ വരെ ആയിരിക്കും. ഇതിൽ തന്നെ അലവൻസ്, ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, DNS അലവൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ട്രാവലിംഗ് അലവൻസ് ലഭിക്കുക? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇനി അവരുടെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇതൊരു ഡെസ്ക് ജോബ് മാത്രം ആയിരിക്കില്ല. ഇത് മറിച്ച് ഇതൊരു ഫീൽഡ് ജോബും കൂടി ആയിരിക്കും. നിങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കണം എന്ന ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാനും പറ്റില്ല. മാക്സിമം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഫീമെയിൽ ആസ്പിറൻസ് എംപ്ലോയീസിനാണെങ്കിൽ ചിലപ്പോൾ ഡെസ്ക് ജോബ് മാത്രം കൊടുത്തിരിക്കാം. പക്ഷെ അല്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യും, ഫീൽഡ് ജോബും അസൈൻ ചെയ്തിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ജോലി ലഭിക്കുമോ? ബുദ്ധിമുട്ടാണ്. ഈ വർഷം വന്ന SSC CGL 12,000+ വേക്കൻസി ടോട്ടൽ ഉണ്ട്. അതിൽ 1,070+ വേക്കൻസി ഈ WA പോസ്റ്റിലാണ് വരിക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഏകദേശം നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ് വൈസ് നമുക്ക് ഡേറ്റ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 50 മുതൽ 60 പോസ്റ്റ് കേരളത്തിൽ ഉണ്ടാവാം. റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയാണ് പറയുന്നത്, ഇല്ലാതെ ഇരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ, നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ, നിങ്ങളുടെ വീടിനടുത്ത് തന്നെ പ്ലേസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓഫീസ് വരുന്നത് കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രത്ത് മെയിൻ ഓഫീസ് വരുന്നുണ്ട്, CAG ഓഫീസ് വരുന്നുണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഈ ഒരു വർഷത്തെ, അതായത് ഞാൻ 2026 നോട്ടിഫിക്കേഷന്റെ കാര്യമാണ് ഈ ഡിസ്കസ് ചെയ്തത്. അതിന്റെ വേക്കൻസിയാണ് പറഞ്ഞത്. ഒരുപാട് നാൾക്ക് ശേഷമാണ്, ഏകദേശം 2023-ലാണെന്ന് തോന്നുന്നു അവസാനമായിട്ട് ഈ ഒരു സെക്ഷൻ WA പോസ്റ്റിലേക്ക് വേക്കൻസി വിളിച്ചത്, റിക്രൂട്ട്മെന്റ് നടത്തിയത്. ഇത്രയും സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. അത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജോബാണ്. ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് ഒരു എക്സാം എഴുതി ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരു ഇന്റർവ്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി അതിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പോസ്റ്റിംഗ് ആണ്. ഡയറക്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു അവസരം ആരെ കളയരുത്. ഇനി നമുക്ക് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞു പേപ്പർ 3യുടെ കാര്യം നമ്മൾ പറഞ്ഞു. Tier 1 ഉണ്ട്, Tier 2 ഉണ്ട്. Tier 2-ൽ WA പോസ്റ്റിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. ആ പേപ്പർ 2ന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ പേപ്പർ 2 ക്ലിയർ ആയില്ലെങ്കിൽ എന്തായാലും സംഭവിക്കാം, അല്ലെങ്കിൽ ഈ പേപ്പർ 2 എങ്ങനെയായിരിക്കും, എത്ര പേപ്പർ ഉണ്ട്, ഒരു എക്സാം എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒറ്റ പേപ്പറേ ഉള്ളൂ എന്നെല്ലാ കാര്യങ്ങളും നമ്മൾ ഇനി അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. നോക്കി, SAS പേപ്പർ ആദ്യം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് തരും. റീജിയണൽ ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരും. അത് കഴിഞ്ഞാൽ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ആ പ്രൊബേഷണറി പീരീഡിൽ, അതായത് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ SAS പേപ്പർ എഴുതി ക്ലിയർ ചെയ്തിരിക്കണം. സബോർഡിനേറ്റ് ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് സർവീസ് എക്സാമിനേഷൻ എന്നാണ് ഈ SAS പേപ്പറിനെ വിളിക്കുക. ഈ ഒരു എക്സാം എഴുതി 2 വർഷം കൊണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഇതൊരു ഇന്റേണൽ എക്സാം ആണ്. എക്സ്റ്റേണൽ എക്സാം അല്ല, ഇന്റേണൽ എക്സാം ആണ്. ഓൾറെഡി നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തവരാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രം വരുന്ന ഒരു എക്സാം ആണ്. ഒരു വർഷം 2 ഘട്ടമായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. ടോട്ടൽ 8 പേപ്പേഴ്സ് ആണ് ഇതിനുള്ളത്, 8 പേപ്പർ ആണ് ഇതിനുള്ളത്. 2 സെക്ഷൻ ആയിട്ട്, ആദ്യത്തെ സെക്ഷനിൽ 4 പേപ്പർ, രണ്ടാമത്തെ സെക്ഷനിൽ 4 പേപ്പർ, ഇങ്ങനെ 2 സെക്ഷൻ ആയിട്ടായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. ഫസ്റ്റ് ഫേസിൽ 4 പേപ്പർ, സെക്കൻഡ് ഫേസിൽ പിന്നെ ബാക്കിയുള്ള 4 പേപ്പർ, ഇങ്ങനെയായിരിക്കും ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം 12 അറ്റംപ്റ്റ്സ് ആയിരിക്കും ഈ ഒരു പേപ്പറിന് വേണ്ടിയുള്ളത്. 12 അറ്റംപ്റ്റ്സ്. ഉറപ്പായിട്ടും നിങ്ങൾ Tier 2 ക്വാളിഫൈ ചെയ്യാൻ യോഗ്യരായവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സമയം കൊണ്ട്, ഇത്രയും അറ്റംപ്റ്റ് ഒന്നും പോവാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോ റിവൈസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് ആണ് ഇത്. മുമ്പേ ഇതിൽ കുറവായിരുന്നു, ഇപ്പൊ 12 അറ്റംപ്റ്റ്സ് വരെ ആക്കിയിട്ടുണ്ട്.
ഇനി അടുത്തൊരു സിനേറിയോ, നിങ്ങൾ പാസ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി ഹൈക്ക് ഒന്നും ഉണ്ടാവില്ല. ആദ്യത്തെ സ്റ്റേജ് ആണ്. ആദ്യം എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്, സാലറി ഹൈക്ക് ഉണ്ടാവില്ല. ഒരു ടെമ്പററി എംപ്ലോയി ആയിട്ട് മാത്രമായിരിക്കും നിങ്ങളെ കൺസിഡർ ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജിൽ പിന്നെയും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തില്ല എന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഡിമോട്ടഡ് ആവും. ഈ ഒരു WO പോസ്റ്റിൽ നിന്നും ഡിമോട്ടഡ് ആയി ഓഡിറ്റർ പോസ്റ്റിലേക്ക് നിങ്ങൾ ഡിമോട്ട് ചെയ്യപ്പെടും. ഇതായിരിക്കും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്റേണൽ എക്സാം ആയ SAS എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ട് ഈ ഒരു എക്സാം ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻസ്, എക്കണോമിക്സ് ഈ രണ്ട് പേപ്പറാണ് കൂടുതലും വരിക. ഇതിനെ ബേസ് ചെയ്ത് ഫിനാൻസ്, അക്കൗണ്ട്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഗവേണൻസ് ഇങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സ് ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഈ SAS പേപ്പറിന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റ് കിട്ടിയാൽ എന്തൊക്കെയാണ് ജോലി വരിക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ആദ്യമേ ഞാൻ പറഞ്ഞു ഫീൽഡ് ഓഡിറ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു ഓഡിറ്റ് ഓഫീസറാണ്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറാണ്. അപ്പോ നിങ്ങൾക്കുണ്ടാവുന്ന ജോലി എന്തായിരിക്കും? ഗവൺമെന്റ് പബ്ലിക് സെക്ടറിൽ വരുന്ന പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അവിടുത്തെ ലെഡ്ജേഴ്സ് അതേപോലെ തന്നെ അവിടുത്തെ ഫയൽസ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്യുന്ന ഫയൽസ്, ക്യാഷ് ബുക്സ് അതേപോലെ തന്നെ വൗച്ചേഴ്സ് അതേപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് സ്ഥാപനം അടച്ച ടാക്സുകൾ ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. ഇതെല്ലാം പ്രോപ്പർ ചാനലിൽ കൂടെ ആണോ നടന്നിരിക്കുന്നത്, ആരെങ്കിലും വെട്ടിപ്പോ തട്ടിപ്പോ നടത്തിയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ടത് ആരായിരിക്കും? നിങ്ങളുടെ ജോലിയായിരിക്കും. അതേപോലെ തന്നെ അവിടെയുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി ചെക്ക് ചെയ്യുക, എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടന്നിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. ആ ഒരു ടീമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല പോകുന്നത്, നിങ്ങൾ ഒരു ടീമായിട്ടായിരിക്കും പോവുക. അതിന് വേണ്ടുന്ന സപ്പോർട്ട് എല്ലാം ഗവൺമെന്റ് ഒരുക്കുന്നതാണ്. ട്രാവൽ അലവൻസും അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേയും ഇതെല്ലാം ആര് ഗവൺമെന്റ് നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇത് എന്തെങ്കിലും ഒരു എററോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബന്ധപ്പെട്ട ഓഫീസേഴ്സുമായിട്ട് അവർ ഡിസ്കസ് ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അതെന്താ കാരണമെന്ന് അന്വേഷിക്കാനുള്ള ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെക്കാട്ടി ടോപ്പ് ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലേക്കായിരിക്കും നിങ്ങൾ പ്രവേശിക്കുക. അതായത് പബ്ലിക്കിന്റെ ടാക്സ് കൊണ്ടാണ് ഈ ഒരു ഗവൺമെന്റ് ഓഫീസേഴ്സ് എല്ലാം റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ടാക്സസ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളുടെ പബ്ലിക്കിന്റെ പേഴ്സിൽ നിന്നും കൊടുക്കുന്ന എമൗണ്ട് പ്രോപ്പർ ആയിട്ടാണോ വിനിയോഗിക്കുന്നത് എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ ആവശ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസിൽ പോലും മെൻഷൻ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സൺ എന്നാണ് CAG തന്നെ വിളിക്കുക. ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സൺ. ഈ ഒരു അവരുടെ ജോലി രീതി കൊണ്ട് തന്നെയാണ്, അവർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൊണ്ട് തന്നെയാണ് അവരെ ആ ഒരു പേരിട്ട് വിളിക്കുക. കോമൺ പബ്ലിക്കിന്റെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അവർ അടച്ച ടാക്സ് കറക്റ്റ് ആയിട്ടാണോ സ്പെൻഡ് ചെയ്യുന്നത്, ആരെങ്കിലും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യേണ്ട ജോലി ആയിരിക്കും ആർക്കുണ്ടാവുക? നിങ്ങൾക്കുണ്ടാവുക. അത്രയും റെസ്പോൺസിബിൾ ആയ ടാക്സിന്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് WO പോസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു സെക്ഷനിലേക്ക് തന്നെ കിടക്കാം. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ പ്രൊമോഷൻ സാധ്യതയെ കുറിച്ചാണ്. ബാക്കി ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. 1070 വേക്കൻസി ഈ ഒരു 2026 എക്സാംസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും മികച്ച അവസരമാണ്. ഒരുപാട് വേക്കൻസി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം ആരും പാഴാക്കരുത്. അതേപോലെ തന്നെ ഏജ് കാറ്റഗറി നമുക്കൊന്ന് പറയാം. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഏതൊരു ഡിഗ്രി ഹോൾഡേഴ്സിനും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് കയറാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? അതല്ല നിങ്ങൾക്ക് ഈ ഒരു WO പോസ്റ്റ് കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ഓഡിറ്റർ പോസ്റ്റ് ഉണ്ട്. CGL തന്നെ ഒരു പോസ്റ്റ് ആണ് ഓഡിറ്റർ. ആ പോസ്റ്റിൽ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ 2 പ്രൊമോഷൻ കഴിഞ്ഞാൽ
പ്രൊമോഷൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ എത്തുന്നത് ഏതിലേക്കാണ്? AO പോസ്റ്റിലേക്ക് തന്നെയാണ്. AO പോസ്റ്റിലേക്ക് തന്നെയാണ്. ഓഡിറ്റർ 2 പ്രൊമോഷൻ കഴിഞ്ഞാൽ എത്തുന്നത് AO പോസ്റ്റിലേക്ക്, ഗസറ്റഡ് റാങ്കിംഗ് പോസ്റ്റിലേക്കാണ്. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ലെവൽ 7 പേയ്മെന്റ് സ്കെയിൽ പോസ്റ്റ് ആണ് ഓഡിറ്റർ. അതിൽ നിന്ന് ലെവൽ 8ലേക്ക് നിങ്ങൾ മാറുന്നതാണ്. ഓഡിറ്റർ ഒരു നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതിൽ നിന്ന് 2 പ്രൊമോഷൻ ലഭിച്ചാൽ എന്ത് ചെയ്യും? ഗസറ്റഡ് പോസ്റ്റ് ആയ AOയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? പ്രൊമോഷന്റെ കാര്യങ്ങൾ, അതായത് AO പോസ്റ്റിൽ നിന്നും പ്രൊമോഷൻ സാധ്യതകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ, AO പോസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അടുത്തൊരു പ്രൊമോഷൻ കിട്ടിയാൽ നിങ്ങൾ ചെല്ലുന്നത് അസിസ്റ്റന്റ് ഓഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറിലേക്കായിരിക്കും. ക്ലിയർ ആണോ? ലെവൽ 8 പോസ്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊമോഷൻ, ഈ ഒരു പ്രൊമോഷൻ വരിക 6 മുതൽ നിങ്ങൾ സർവീസിൽ കയറി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ഒരു SAS എക്സാം ക്ലിയർ ചെയ്ത് അതിനുശേഷമുള്ള 6 മുതൽ അല്ലെങ്കിൽ 5 മുതൽ 8 വർഷം വരെയുള്ള കാലയളവിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുക. അത് കഴിഞ്ഞ് 2 മുതൽ 4 വർഷം വരെയുള്ള സമയത്തിൽ ഓഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസർ AO പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. AOയിൽ നിന്ന് അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറിൽ നിന്ന് AO നിന്ന് അക്കൗണ്ട്സ് ഓഫീസറിലേക്ക് അല്ലെങ്കിൽ ഓഡിറ്റ് ഓഫീസറിലേക്ക് AO പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞൊരു 2 മുതൽ 4 വർഷം കഴിഞ്ഞാൽ സീനിയർ ഓഡിറ്റ് പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇതിന് ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത ലെവൽ 10 ഗ്രൂപ്പ് എ പോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ UPSC വഴി എക്സാം ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ലെവലാണ് ഗ്രൂപ്പ് എ പോസ്റ്റ്. ലെവൽ 10 പേയ്മെന്റ് സ്കെയിൽ ആണ്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്താൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ഓഡിറ്റർ ജനറലിലേക്കും, അത് കഴിഞ്ഞാൽ സീനിയർ ഡെപ്യൂട്ടി ഓഡിറ്റർ ജനറലിലേക്കും നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ മോസ്റ്റ് പ്രോബബ്ലി സാധ്യതയില്ല. ഡെപ്യൂട്ടി ഓഡിറ്റ് ജനറൽ വരെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ഒരു റിട്ടയർമെന്റ് പീരീഡ് എത്താൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഡെപ്യൂട്ടി ഓഡിറ്റർ ജനറൽ വരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പ്രൊമോഷൻ സാധ്യത വരിക. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പോസ്റ്റിനെ ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എലൈറ്റ് ആയിട്ടുള്ള, ഇത്രയും പേര് ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റ് ആണ് നമ്മുടെ AO പോസ്റ്റ്, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ പോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ കടന്നു വരേണ്ട വഴി എന്താ? എന്ന് പറഞ്ഞാൽ ഒരു SSC CGL എക്സാം എഴുതി ക്രാക്ക് ചെയ്യുക എന്നതാണ്. SSC CGL കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എഴുതി ക്രാക്ക് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം? ഏതെങ്കിലും ഒരാൾക്ക്, ഒന്നും അറിയാത്ത ഒരാൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇതിനെ കുറിച്ച് ബേസിക് ഐഡിയ വേണം. എക്സാം എന്താണെന്ന് അറിയണം. ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടതെന്ന് അറിയണം. നിങ്ങൾ നോക്കിയേ, ഈ ഒരു എക്സാമിൽ വരുന്ന എന്തൊക്കെയാണ് ടോപ്പിക് ഉള്ളത്? മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, GK ഉണ്ട്, അതേപോലെ തന്നെ റീസണിംഗ് ഉണ്ട്. ഈ ഓരോ ടോപ്പിക് എടുത്താൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോ GKയുടെ ഹിസ്റ്ററി എടുത്താൽ, ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? ഏൻഷ്യന്റ് ഹിസ്റ്ററി ഉണ്ട്, മിഡീവൽ ഹിസ്റ്ററി ഉണ്ട്, മോഡേൺ ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ തന്നെ ഓരോ ടോപ്പിക്കും നമുക്ക് വർഷങ്ങളോളം ഇയേഴ്സ് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ വർഷവും അല്ലെങ്കിൽ വർഷങ്ങളോളം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ നിങ്ങൾ ആലോചിച്ച്, ഇത്രയും വർഷം നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ തന്നെ ഒരു ടോപ്പിക്കിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലം ജോലി ആവുമോ? ഇല്ല, ജോലി ആവില്ല. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ആ എക്സാമിനെ പഠിക്കാം. എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടതായിരിക്കില്ല. ആ ടോപ്പിക്സ് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു പ്രോപ്പർ കോച്ചിങ് സെന്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് അവിടുത്തെ എന്ത് ചെയ്യണം? അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പോസ്റ്റിലേക്കും എത്താൻ സാധിക്കും. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കാം. ഇതാണ് ആദ്യം ചെയ്യേണ്ട ചോദ്യം. അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമ്മുടെ ദിശ അക്കാഡമി. ഇവിടുത്തെ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ നമുക്ക് ഏകദേശം 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ് പല ജില്ലകളിലായിട്ട് ഉള്ളത്. ഇവിടുത്തെ ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ആ ഒരു സ്ട്രക്ചർ ഞാനൊന്ന് പറയാം. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫാക്കൽറ്റീസിന്റെ ക്ലാസിന്റെ സെഷൻ ആയിരിക്കും. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത മാത്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, GK
എല്ലാം നിങ്ങൾക്ക് ഈ 10 മണി മുതൽ 1 മണിയുള്ള ടൈമിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കുക. അത് കഴിഞ്ഞ് 1:40 മുതൽ 4:15 വരെ മെന്ററിംഗ് സെഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 4:15 വരെ മെന്ററിംഗ് സെഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതിൽ തന്നെ 1:40 മുതൽ 2 മണി വരെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും വൊക്കാബുലറി ഈ രണ്ട് പോർഷൻസ് ആണ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ബേസിക് ആയിട്ടുള്ള ക്ലാസ് കിട്ടി ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുക. അപ്പോൾ അത് നമ്മൾ ആദ്യമേ അഡ്രസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡെയിലി 1:40 മുതൽ മെന്ററിംഗ് സെഷനിൽ 2 മണി വരെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫയർ സെഷനും വൊക്കാബുലറി ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ. മെന്റേഴ്സ് നിങ്ങളുടെ മുമ്പിൽ വരും, അവർ നിങ്ങളുടെ റിവിഷൻ ചെയ്യും, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതേപോലെ തന്നെ കണ്ടന്റ്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കും. അത് കഴിഞ്ഞ് 2 മണി മുതൽ 4:15 വരെ മെന്ററിംഗ് സെഷൻ ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. ഓൾറെഡി നമ്മളുടെ കയ്യിൽ 60 ഡെയിലി മെറ്റീരിയൽ ഉണ്ട്. 60 ഡെയിലി മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്. 60 ഡേ മെറ്റീരിയൽ. അതേപോലെ തന്നെ ക്ലാസ് റൂം മെറ്റീരിയലും അഡ്വാൻസ് മെറ്റീരിയലും, ഇങ്ങനെ 3 ലെവലായിട്ടാണ് നമ്മൾ മെറ്റീരിയലിനെ തിരിച്ചിരിക്കുക. ക്ലാസ് റൂം മെറ്റീരിയൽ ഉണ്ട്, ഡെയിലി മെറ്റീരിയൽ ഉണ്ട്, അഡ്വാൻസ് മെറ്റീരിയൽ ഉണ്ട്. ഇതായിരിക്കും 6 മാസം നിങ്ങൾക്ക് പൊക്കോണ്ടിരിക്കുക. ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും 10 മണി മുതൽ 1 മണി വരെ ക്ലാസും 1:40 മുതൽ 4:15 വരെ മെന്ററിംഗ് സെഷൻസ്. ആദ്യത്തെ 2 ആഴ്ച നിങ്ങൾ ജോയിൻ ചെയ്ത ആദ്യത്തെ 2 വീക്സ് അല്ലെങ്കിൽ ഏകദേശം 10 മുതൽ 15 വർക്കിംഗ് ഡേ വരെ നിങ്ങൾ ചെയ്യേണ്ടത് സ്പീഡ് മാത്സിന്റെ സെഷൻ ആണ്. ഇപ്പോൾ മാത്സ് അത് കഴിഞ്ഞാൽ റേഷ്യോ, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അഡ്വാൻസിലാണെങ്കിൽ ലോജിക്കൽ ട്രിഗണോമെട്രി, ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കയറും. അതിനു മുമ്പേ നിങ്ങൾ ബേസ് സെറ്റ് ആക്കണം, കാൽക്കുലേഷൻ സെറ്റ് ആക്കണം. നിങ്ങൾ എന്താ പറയുന്നത്, ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ടിരിക്കുന്നവരായിരിക്കും, മാത്സുമായിട്ട് ടച്ച് ഇല്ലാതിരിക്കുന്നവരായിരിക്കും, നമ്പേഴ്സുമായിട്ട് ടച്ച് ഇല്ലാതിരിക്കുന്നവരായിരിക്കും, മാത്സിനെ പേടിയുള്ളവരായിരിക്കും. ആ പേടി എല്ലാം മാറ്റിയെടുക്കുന്ന ടൈമാണ് ഈ 2 അല്ലെങ്കിൽ 3 ആഴ്ച. ഒരുപാട് സ്പീഡ് മാത്സ്, എങ്ങനെ പെട്ടെന്ന് സ്പീഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ളത് നിങ്ങളെ ട്രെയിൻ ചെയ്യും. ഒരുപാട് മെറ്റീരിയൽ അതിന്റെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, മെന്ററിംഗ് സപ്പോർട്ടോട് കൂടി. ഇതായിരിക്കും ആദ്യത്തെ 2-3 ആഴ്ച ചെയ്യുക. അത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾ ഡെയിലി മെറ്റീരിയലും ക്ലാസ് റൂം മെറ്റീരിയലും കയറുക. ഈ 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ വിടുകയല്ല ചെയ്യുന്നത്. അടുത്ത 3 മാസം, 6 മാസം കഴിഞ്ഞ് ബേസിക് ഫൗണ്ടേഷൻ എല്ലാം സെറ്റായി നിങ്ങൾ ഏകദേശം റെഡി ആയി എന്നിരിക്കട്ടെ. പിന്നെ 3 മാസം 75 ഡേ മെറ്റീരിയൽ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. 75 ഡേ അഡ്വാൻസ് മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ആ 3 മാസവും കഴിഞ്ഞാൽ പിന്നെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഏതാണോ എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ CGL ഫോക്കസ് എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നിരിക്കട്ടെ, അതിന്റെ എക്സ്ട്രാ ബാച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഈ ഒരു 2026 CGL എക്സാമിന് വേണ്ടി ഓൾറെഡി ബാച്ച് റണ്ണിങ് ആണ്. അത് ഈ ഒരു പാത്വേയിൽ വന്ന 6 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഓൾറെഡി ഈ ഒരു ഫോക്കസ് ബാച്ച് റണ്ണിങ് ആണ്. 60 ഡേ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ 60 ഡേ പ്ലാൻ ആണ് അവർക്ക് കൊടുക്കുന്നത്. 60 ഡേ പ്ലാൻ. അപ്പോൾ ഇതിലേക്കായിരിക്കും പിന്നെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതിന് ചെറിയൊരു സ്ക്രീനിങ് ടെസ്റ്റ് വരും. ഏകദേശം 100 മുതൽ 105 മാർക്ക് വരെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോക്കസ് ബാച്ചിലേക്ക് എൻറർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ദിശ അക്കാഡമിയുടെ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഈ ഒരു കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ചൂസ് ചെയ്യുക. അതിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് ദിശ അക്കാഡമി. അപ്പോൾ ഇങ്ങോട്ട് വരാവുന്നതാണ്, നമ്മുടെ നമ്പേഴ്സിലെല്ലാം വിളിച്ച് തിരക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടനെ മീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക, ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.